നമസ്കാരം. ലോയൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിഷ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഫിഷ് വിന്താലു അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ വേളാപ്പാര മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നാരങ്ങ നീരിൽ കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. ഇനിയും ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് എണ്ണ 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതൊഴിച്ചിട്ട് 20 അല്ലിയോളം കൊച്ചുള്ളി, ചെറിയ ഉള്ളിയാണ് അത്, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇത് ഇത്രയും ഇട്ട് നന്നായി ഒന്ന് ചുമക്ക എന്ന് വറുത്ത് കോരണം. ഇത് നന്നായി ചുമന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ആ എണ്ണയിൽ തന്നെ നമ്മൾ കുറേ മസാലപ്പൊടികൾ ചേർക്കുക. 3/4 ടീസ്പൂൺ ചുമന്ന മുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് ഇത്രയൊന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണം പോകുമ്പം കരിയാപ്പലയും കൂടി ഇടുക. പച്ചമണം പോകുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് 2 സവാള അരിഞ്ഞത്, ഒരിടത്തരം നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത്, 8 വെളുത്തുള്ളി അരിഞ്ഞത്, 10 പച്ചമുളക് അരിഞ്ഞത്. ഇത് ഇത്രയും കൂടിയിട്ട് ഒന്ന് വഴറ്റുക. ഒരുമാതിരി ഒന്ന് വഴുതുമ്പോഴേക്കും 2 തക്കാളിക്ക് അരിഞ്ഞത് ഇതിനകത്ത് ഇടുക. ഈ അരപ്പിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇടുക. ഈ അരപ്പല്ലേ ഇതെല്ലാം ഒന്ന് കൂട്ടിയൊന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 1 മുറി തേങ്ങ, അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കുക. ഇത് മീനുമായിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിക്കുക.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതായ ചുമന്നുള്ളി, മല്ലിയില, കറിവേപ്പില ഇതിലേക്ക് ചേർക്കുക. കുറച്ചുകൂടെ തേങ്ങാപ്പാൽ, ഇത് അരമുറി തേങ്ങയുടെ പാലാണ്. ഇത് ചെറിയ തീയിൽ വേണം കിടന്ന് വെന്ത് കുഴയണം. വെന്ത് കൊഴുത്ത ചാറോടുകൂടി വരണം. അതിനെ ചെറിയ തീയിലിടുക. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഫിഷ് വിന്താലു നന്നായി കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താത്ത് വെക്കാം. മല്ലിയിലയൊക്കെ ആണല്ലോ, നല്ല മണവും അതേപോലെ നല്ല രുചിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ലോയൽ കിച്ചൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.